ജോസേട്ടാ, ജോസേട്ടാ. എന്തു പറ്റി ട്രീസേ? മോളെ കാണാനില്ല ചേച്ചി. ഞാൻ പുറത്തു പോയപ്പോ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ വിളിക്കാം, ഒരു മിനിറ്റ്. ജോസേട്ടാ, എന്തിനാടി നീ കിടന്ന് ഒച്ച വെക്കുന്നത്? ട്രീസ വന്നേക്കുന്നു, സാന്ദ്രമോളെ കാണാനില്ലെന്ന്. ഓ, മോൾ എവിടെ പോവാനാ? അവിടെ കാണുമെന്നേ. നീ കിടന്ന് ബഹളം വെക്കാതെ. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കുക. അയ്യോ അയ്യോ, ദൈവമേ, ചതിച്ചേ ചതിച്ചേ. പൊന്നു മോളെ, ഞങ്ങളോട് ചെയ്തല്ലോ. ഞാനിനി എന്ത് ചെയ്യും? മോളെ, പൊന്നു മോളെ. മോളെ, എന്റെ മോളെ. നിങ്ങളെന്ന പരാതി പ്രകാരമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം. താങ്കൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു സാറേ. ഞാൻ എൻ്റെ മോക്ക് 11 വയസ്സുണ്ടായിരുന്നപ്പം ഗൾഫിലേക്ക് പോയതാ. പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ മോടെ ഈ അവസ്ഥയാണ്. എൻ്റെ മോളായിരുന്നു സാറേ എനിക്കെല്ലാം. വീട്ടിൽ ഭാര്യയും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതെ സാർ. നിങ്ങളുടെ ഭാര്യ ഒന്ന് വിളിക്കുമോ? കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സാറേ, അവളാകെ വിഷമത്തില്ല. പ്ലീസേ. മേഡത്തിന് കുട്ടിക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടായി തോന്നിയിട്ടുണ്ടോ? സാറേ, അവളാകെ വിഷമത്തിലാണ്. അവൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് മേഡം എവിടെയായിരുന്നു? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അന്വേഷണമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാറേ, ഞാൻ ആ സമയത്ത് മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായി അവൾക്ക് നല്ല ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പഠന കാര്യത്തിനായി സ്കൂളിലെ ടീച്ചേഴ്സ് അവളെ ബുദ്ധിമുട്ടിക്കുന്നതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാന്ദ്ര നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ഞങ്ങൾ അറിഞ്ഞത്. സാറേ, ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെയാണ്. സാർ, സമ്പന്ന കുടുംബത്തിലെ 2 കുട്ടികൾ എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. പഠന കാര്യത്തിൽ അവളെക്കാൾ പിന്നിലായിരുന്നു അവർ. അവരെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിന്നും അവൾക്ക് നല്ല സമ്മർദ്ദമുണ്ടായിരുന്നു. അതിലൊരു കുട്ടി പ്രധാന അധ്യാപികയുടെ മോള് കൂടിയാണ്. ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? സാറേ, ഈ കാര്യം അറിഞ്ഞതുകൊണ്ടാണ് പരാതി കൊടുക്കാനായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇനി ഒരു കുട്ടിക്കും ഈ ഒരവസ്ഥ വരാൻ പാടില്ല. അവിടെ നിൽക്ക്. അവരെ കാര്യമായി എന്തോ സംസാരിച്ചോണ്ട് നിൽക്കുക. അതുകൊണ്ട് തൽക്കാലം സജി അവിടെ നിന്നാ മതി. ഓ, ഞാൻ എത്ര പോലീസുകാരെ കണ്ടിട്ടുള്ളതാ. എന്നെ ആരും തടയത്തില്ല. കിട്ടുന്നത് മേടിച്ചോ. ആ, എന്തായി സാറേ അന്വേഷണമൊക്കെ? താനാരാ? അയ്യോ, എന്നെ അറിയത്തില്ലേ? ഞാൻ ഈ നാട്ടിലെ ചെറിയൊരു പൊതുപ്രവർത്തകനാ. സജി കയ്യാലപ്പുറത്ത്. അറിയില്ല. ഓ, എന്നെ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. വിളിച്ചോണ്ട് പോടുകളെ. എന്നെ ഇവർക്ക് നല്ല പരിചയമില്ലെന്ന് തോന്നുന്നു. അതെ, കുട്ടിയുടെ മുറിയിൽ നിന്ന് കാണിച്ചെന്ന്. ഇതാണ് സാറ്. മോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ എനിക്കൊന്ന് വേണമായിരുന്നല്ലോ. മോൾ എൻ്റെ ഫോൺ തന്നെയായിരുന്നു സാറേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു. ആ ഫോൺ എന്ത്? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണാണോ? അതിങ്ങ് തരൂ. ഇങ്ങനെ തരൂ. എൻ്റെ കോൾ ലിസ്റ്റുകൾ മുഴുവൻ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ നമ്പറൊക്കെ നോട്ട് ചെയ്തു. ആരാ ഇത്?
CCTV എവിടെയാണ് ഉള്ളത്? അത് കുറച്ച് നാളായിട്ട് കംപ്ലൈൻറ്റാണ് സാറേ. ഇതാ സാറേ കിണർ. ഇതാണല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സിസ്റ്റർ, ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് ഇയാളെ ആത്മഹത്യ ചെയ്തത്. ഞങ്ങൾ എൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. മനസ്സിലായി സാർ. നല്ല പഠിക്കുന്ന കുട്ടിയുമായിരുന്നു. എല്ലാവർക്കും അവളെ ഇഷ്ടവുമായിരുന്നു. സാന്ദ്രയുടെ ടീച്ചർമാരൊക്കെ വിളിക്കൂ. ഓക്കെ സാർ. സാന്ദ്രയുടെ ടീച്ചർമാരെ ഒന്ന് വിളിക്കാമോ? സാന്ദ്രയുടെ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ? അറിയാം സാർ. ഇപ്രാവശ്യത്തെ സ്കൂൾ ടോപ്പർ ആവേണ്ട കുട്ടിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ആ കുട്ടി മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. പഠനത്തിലും വേണ്ടത്ര ശ്രദ്ധയില്ലാതായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ പരാതി അനുസരിച്ച് സ്കൂളിലെ ടീച്ചർമാർ അവളെ മാനസികമായി പീഡിപ്പിച്ചെന്നുള്ളതാണ്. പഠനത്തിൽ ശ്രദ്ധയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ കാര്യം തിരക്കി. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തുവിട്ടു, അത്രമാത്രം. ആ കുട്ടിയുടെ അടുത്ത കൂട്ടുകാരികൾ ആരൊക്കെയായിരുന്നു? അടുത്ത കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അത് ഒരു കൊച്ചുമായിട്ടേ കൂട്ടുള്ളൂ, ധന്യ. അവരാ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നേ. ആ കുട്ടിയുടെ അഡ്രസ്സ് ഒന്ന് വേണം. ഓക്കെ സാർ, തരാം. അപ്പോൾ ശരി, അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇനിയും വരേണ്ടി വരും. എല്ലാവരും സഹകരിക്കുക. എന്താ സാർ? ചേട്ടൻ ഇവിടെ ഇല്ല, ജോലിക്ക് പോയിരിക്കുക. സാർ ഇരിക്കൂ. ഞാൻ തന്നെ മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ സാർ? പേടിക്കണ്ട മോളെ, ഞാൻ മോളുടെ കൂട്ടുകാരെ സാന്ദ്രയെ പറ്റി അറിയാൻ വേണ്ടി വന്നതാണ്. പാവം, നല്ല കുട്ടിയായിരുന്നു സാറേ. മോള് പറ, കൂട്ടുകാർ ഇതിനു മുമ്പ് മോളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല സാർ, പക്ഷെ കുറച്ച് ദിവസമായി അവൾ മാനസികമായി ആകെ വിഷമത്തിലായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു, എല്ലാം പറയുമായിരുന്നു. ഊഹ സാർ, പക്ഷേ വിഷമത്തിന്റെ കാരണം എന്താണെന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. അന്ന് ഉച്ചയ്ക്ക് പോയപ്പോൾ മോളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? തലവേദനയാണെന്നും ഞാൻ നേരത്തെ പോവാണെന്നും പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് പ്രണയമോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, അവൾ പഠിച്ച് നല്ലൊരു ജോലി നേടിയ ശേഷം പപ്പായെ നാട്ടിൽ കൊണ്ടുവരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. എനിക്ക് വേണ്ടിയാണ് പപ്പ വിദേശത്തിൽ പോയി നിന്ന് കഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു അവൾക്ക് അവളുടെ പപ്പായെ. അപ്പം ശരി മോളെ. ഹലോ, ആ പറഞ്ഞോളൂ. ആ ആ ആ ഓക്കെ, താങ്ക് യു. ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെയും ആ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അറിയാം സാർ. നിങ്ങൾ അവരുടെ ഓട്ടം പോകാറുണ്ടോ? ഇല്ല സാർ, അവരുടെ ഓട്ടം സ്ഥിരമായി പ്രസാദ് മാത്രമേ പോകാറുള്ളൂ. പ്രസാദ് ഇല്ലാത്ത സമയത്ത് മാത്രമേ ഞങ്ങൾ ഓട്ടം പോകാറുള്ളൂ സാർ. പ്രസാദ് ആളെങ്ങനെയാണ്? സംസാരത്തിലൂടെ ആരെയും അടിച്ചു വീഴ്ത്താൻ നല്ല കഴിവുള്ളവനാണ്. ആ കുട്ടിയെ കാണാനോ അതിൻ്റെ ശവസംസ്കാരത്തിനോ അവൻ പോയിട്ടില്ല സാർ. അതിൽ പിന്നെ അവൻ അവരുടെ വീട്ടിൽ പോകാറില്ല സാർ. ശരി, ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി നിങ്ങളെ ഞാൻ വിളിപ്പിക്കും. ഓക്കെ. ഇങ്ങനെയൊരു ലോക്കറ്റ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത്തരം ആരെങ്കിലും ഉപയോഗിച്ചാൽ കണ്ടിട്ടുണ്ടോ? പ്രസാദിൻ്റെ വണ്ടിയിൽ കണ്ടതുപോലെ തോന്നുന്നു സാർ. ഇങ്ങനത്തെയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഏയ്, ഒന്നുമില്ല. ഒന്ന് അന്വേഷിച്ചൊന്ന് മാത്രം. ശരി സാർ.
ക്ഷമിക്കണം, കുട്ടിയുടെ അമ്മയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. സാറേ, അവളാകെ തകർന്നിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സംസാരിച്ചേ പറ്റൂ. സാന്ദ്ര മരിച്ച ദിവസം ഉച്ചയ്ക്ക് സാന്ദ്ര സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മേഡം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തു പോകാൻ തുടങ്ങിയപ്പോഴാണ് മോള് വന്നത്. ആ സമയത്ത് അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നീട് എന്താണ് ഉണ്ടായത്? ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എനിക്കൊന്ന് കിടന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. ട്രീസ എങ്ങനെയാണ് പോയത്? ഓട്ടോ വിളിച്ചാണ് പോയത്. സ്ഥിരം വരുന്ന ഓട്ടോ തന്നെയാണോ പോയത്? അതെ, സ്ഥിരം വരുന്ന ഓട്ടോ തന്നെയായിരുന്നു. പ്രസാദാണ് വന്നത്. ഞാൻ മോളെ വീട്ടിലാക്കി വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുമായിരുന്നു. തിരിച്ചു വന്നിട്ട് മോളെ ഞാൻ ഇവിടെയൊക്കെ നോക്കി, കണ്ടില്ല. ഞാൻ ജോസേട്ടൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു. ജോസേട്ടൻ എവിടെയൊക്കെ വന്ന് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ചെരുപ്പ് കിടക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പോയ ഓട്ടോ തന്നെയാണോ തിരികെ വന്നത്? അല്ല, പ്രസാദിന് അന്ന് വേറെ ബുക്കിംഗ് ഓട്ടോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഓട്ടോ വിളിച്ചാണ് തിരികെ വന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണല്ലോ അല്ലേ? അതെ സാർ. ഇനി അത് മാറ്റി പറയില്ലല്ലോ? ഇല്ല. അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? എന്താ സാർ? അത് അങ്ങനെയല്ല സാർ. പ്രസാദ് രാവിലെ 11 മണി മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് മോള് വരുന്ന സമയം. എന്താ സാർ പ്രശ്നം? എന്താണ് സാർ എന്താ പറഞ്ഞു വരുന്നത്? അന്നേ ദിവസം ട്രീസയുടെയും പ്രസാദിൻ്റെയും ഫോണ് ഏകദേശം 2:30 ഇവിടെ വെച്ച് ഓഫാകുന്നു. പിന്നെ ട്രീസയുടെ ഫോൺ ഇതേ ലൊക്കേഷനിൽ ഓണാകുന്ന വൈകിട്ട് 3:30. സാർ എന്താ പറഞ്ഞു വരുന്നത്? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ മകളെ കൊന്നതിലൊരു പങ്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക്. ഇല്ല സാർ, ഇല്ല, എനിക്കൊന്നും അറിയില്ല. സൈത്തേ, അവനെ ഇറക്കിയോ? നിങ്ങൾ മറിയോ? മറിയണം അങ്ങോട്ട്. ഇവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ വഞ്ചകയാണോ സാറേ? നേരത്തെ കരുതി കൂട്ടി ചെയ്തതല്ല, അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്തു പോയതാണ്. ഈ മോളുടെ മരണം നടക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസാദിനെയും നിങ്ങളുടെ ഭാര്യയും അരുതാത്ത രീതിയിൽ മോള് കണ്ടു. ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചപ്പോൾ ട്രീസ മോളോട് മാപ്പി ചോദിച്ചു. അതിനുശേഷമാണ് കുട്ടിക്ക് ഇതുപോലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ സാറേ എൻ്റെ മോളുടെ പ്രയാസങ്ങൾക്ക് കാരണം. എളി വഞ്ചകി, നിനക്ക് അവൻ്റെ പോകണമായിരുന്നെങ്കിൽ പോയാൽ പോരായിരുന്നു. നീ എന്തിനാണ് എൻ്റെ പൊന്നുമോളെ കൊന്നത്? ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോടി. അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. അന്നേ ദിവസം സ്കൂൾ വിട്ടു വന്ന മോൾ ഫോൺ എടുത്തോണ്ട് ഓടി. വേഗം പോ, ഇച്ചാനെ വിളിക്കും അവള്. നിങ്ങളുടെ ഭാര്യയെ ഞങ്ങളെ അറസ്റ്റ് കൊണ്ട് പോവാം.
ആരുണ്ട് എൻ്റെ പൊന്നുമോളെ? എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ പോയല്ലോടാ നീ. ഞാനിതെങ്ങനെ സഹിക്കൂടാ എൻ്റെ പൊന്നുമോനെ?